ആരാധനകളിലൂടെ നന്ദി പ്രകടിപ്പിക്കലാണ്. കർമ്മം കൊണ്ടാണ് വിശ്വാസികൾ ആഘോഷത്തെ പൂർണ്ണമാക്കുന്നത്. നിസ്കരിക്കുക, നോമ്പെടുക്കുക, ദാനധർമ്മങ്ങൾ നടത്തുക, കുടുംബങ്ങളെ സന്ദർശിക്കുക, ഭക്ഷണ വിതരണം നടത്തുക തുടങ്ങിയവയാണ് ഇതിൻ്റെ ആചാരങ്ങൾ. ഇതൊക്കെ ഈ ദിനങ്ങളിൽ പ്രത്യേകമായി നടത്തി വരുന്നുമുണ്ട്. ഇതുപോലെ തന്നെയാണ് നബിദിനാഘോഷവും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ചത് റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ചയാണ്. ഈ ദിനത്തിൽ മക്കയിലെ വിശ്വാസികൾ അവിടുത്തെ ജനനസ്ഥലം സന്ദർശിക്കുന്ന പതിവുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ തിങ്കളാഴ്ചയിൽ പ്രത്യേക നോമ്പെടുക്കുന്ന ആളായിരുന്നുവല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ ജന്മദിനത്തിൽ സന്തോഷിച്ചുകൊണ്ടാണ് നബിയുടെ ഈ വ്രതം. സൂറത്ത് യൂനുസിലെ 57-58 ആയത്തുകളിൽ നമുക്ക് ഇങ്ങനെ കാണാം. ഖുൽ ബിഫളില്ലാഹി ബിറഹ്മതി, പറയുക, അല്ലാഹുവിൻ്റെ കാരുണ്യവും അനുഗ്രഹവും കൊണ്ട് നിങ്ങൾ സന്തോഷിക്കുക. ഇവിടെ റഹ്മത്ത് എന്നതുകൊണ്ട് വിവക്ഷിക്കപ്പെടുന്നത് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണെന്ന് വിശുദ്ധ ഖുർആൻ വ്യാഖ്യാതാക്കൾ വ്യക്തമാക്കിയിട്ടുണ്ട്. കഴിഞ്ഞില്ല, ഈ ആയത്തിന്റെ ആഹ്വാനം ഉൾക്കൊണ്ട് തന്നെ വിശുദ്ധരായ സ്വഹാബിമാർ അവിടുത്തെ ജനനസ്ഥലം സന്ദർശിച്ച് സന്തോഷം പ്രകടിപ്പിച്ചിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവാചക ലബ്ധിക്കു ശേഷം തൻ്റെ സ്വന്തം ശരീരത്തിന് വേണ്ടി അഖീഖ അറുത്തിരുന്നുവെന്ന് ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്. നബിയുടെ ജന്മദിനത്തിന്റെ 7-ാം നാൾ അബ്ദുൽ മുത്തലിബ് അഖീഖ അറുത്തിരുന്നു. പിന്നെ എന്തിനാണ് നബി ഇത് ആവർത്തിച്ചത്? ആവർത്തിച്ച് ചെയ്യേണ്ട ഒരു കർമ്മമല്ലല്ലോ അഖീഖ എന്ന് പറയുന്നത്. അതെ, തന്നെ ലോകത്തിന് അനുഗ്രഹമായി അയച്ചതിന്റെ സന്തോഷം പ്രകടിപ്പിക്കുകയായിരുന്നു പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. അവസാനമായി, മതപ്രമാണങ്ങൾ അറിയുന്ന ആർക്കും നിഷേധിക്കാനാവാത്തതാണ് നബിദിനാഘോഷം. പിന്നെ ഇതിന്റെ പേരിൽ ചിലർ നടത്തുന്ന വാഗ്വാദങ്ങൾ നിർത്ഥകമാണെന്ന് മാത്രമാണ് പറയാനുള്ളത്. കണ്ണും കാതും ലോകത്തിനു മുമ്പിൽ തുറന്നു കിടക്കുന്ന ആർക്കും കേൾക്കാനും കാണാനും കഴിയുന്നതാണ് ലോകത്തിന്റെ വിവിധ ദിക്കുകളിൽ നടന്നു വരുന്ന നബിദിനാഘോഷ പരിപാടികൾ. അവരൊക്കെ മതം അറിയാത്തവരാണെന്ന് പറയാൻ മാത്രം വിഡ്ഢികളായിക്കൂടെ നാമെന്ന് പറഞ്ഞുകൊണ്ട് വാക്കുകൾക്ക് വിടാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.